എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികളും അതുപോലെ ഇലയും ഒക്കെ എടുത്തിട്ടുള്ള ഉച്ചയ്ക്കുള്ള ലഞ്ച് ആക്കുന്നതും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അത്രയ്ക്കുള്ള തോരന് വെക്കാനുള്ളത് ഇലയൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്തെ സൈഡിൽ പിടിച്ച് നിൽക്കുന്ന കുറച്ച് കോവയ്ക്ക് കേട്ടോ, മെഴുക്ക് പുരട്ടി വയ്ക്കാനായിട്ട് അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പയറിൻ്റെ ഇല തോരൻ വെക്കാനും കൂടെ എടുക്കട്ടെ. പയറിൻ്റെ ഇല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ പയർ പിടിച്ച് തുടങ്ങുന്ന സമയം കൂടിയാണ്. അപ്പോൾ കുറച്ചുകൂടി കായകളുണ്ടാകുന്നത് കൂടും കേട്ടോ. കാരണം ഇല ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കുമ്പോൾ കായകൾ കുറയും. അത് കാരണം ഞാനിങ്ങനെ ഇടയ്ക്ക് തോരൻ വയ്ക്കാനായിട്ട് എടുക്കാറുണ്ട്. വെറുതെ കട്ട് ചെയ്ത് കളയുന്നതിനേക്കാളും നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല ഇലയാണ് കേട്ടോ, ഇച്ചിരി വലിയ ഇലയാണ് ഈ പയറിൻ്റെത്. എവിടെ നോക്കിയാൽ നമുക്കിവിടെ പയർ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ 2 പയറുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഈ മെഷീന് മുകളിൽ കൂടി ഇത് ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് അതിന് പടരാനുള്ള ഇതും കൂടെ കിട്ടും. വള്ളിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി കട്ട് ചെയ്യണം, വള്ളിയിൽ തട്ടാണ്ട് ഇതുപോലെ ഇങ്ങനെ ഇലകൾ കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് ഇവിടേക്ക് ഇങ്ങനെ തിങ്ങി ഞെരിങ്ങിയാണ് ഇലകൾ നിൽക്കുന്നത് കേട്ടോ. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിനൊന്ന് പടരാനുള്ള ഇത് കിട്ടും. ഇവിടെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നിറയെ ഇങ്ങനെ കാച്ചി നിൽപ്പുണ്ട് കേട്ടോ. അത് നല്ല സൈസിൽ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെയാണ് കേട്ടോ. നല്ല എരിയുള്ള മുളകാണ് ഇത്. അതൊരെണ്ണം മതി, കട്ട് ചെയ്യട്ടെ. ചെറിയൊരു ചക്കയാണ്. അപ്പോൾ ഇതേ അതുകൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് അഗസ്തിപ്പൂ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് വരാം. കുറച്ചേ ഉള്ളേ. അഗസ്തിപ്പൂവും കൂടെ എടുക്കട്ടെ. ഇവിടെ നമുക്ക് മുകളിൽ കയറി നിൽക്കുമ്പോൾ വേഗം എടുക്കാൻ പറ്റും കേട്ടോ. നല്ല വെയിലാണ്. അതുപോലെ തന്നെ ടൈല് നന്നായിട്ട് ചൂടായി കിടക്കണേ താഴെ. അത് കാരണം കാലൊക്കെ ചൂടാവുന്നുണ്ട്. ഞാനിങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് പോട്ടെ. അഗസ്തിപ്പൂ ഇങ്ങനെ അന്നന്ന് വിരിയുന്നത് എടുത്തില്ലെങ്കിൽ പിന്നെ അതിങ്ങനെ പൂത്തിങ്ങനെ വിരിഞ്ഞു പോകും കേട്ടോ. വിരിഞ്ഞു പോയാൽ പിന്നെ അത് കറി വയ്ക്കാനായിട്ട് അത്രയും ടേസ്റ്റ് കാണില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് കുറച്ചാണെങ്കിൽ പോലും ഇങ്ങനെ എടുക്കാറുണ്ട്, വേഗം എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ 2-3 ദിവസം ഇങ്ങനെ കയറി നോക്കിയില്ല. അതിങ്ങനെ 1-2 പൂക്കൾ മാത്രമേ താഴെ നിൽക്കുമ്പോൾ കാണുന്നുള്ളായിരുന്നു. അത് കാരണമാണ് കയറാതിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതേ കണ്ടോ, ഇതുപോലെ പൂത്ത് പോയിട്ടുണ്ട് കുറച്ചൊക്കെ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കറി വയ്ക്കാനായിട്ട് കുറച്ചുകൂടി നല്ലത്. ഇനി ഇത് ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. മുരിങ്ങയിലയാണെങ്കിലും ചക്കയാണെങ്കിലും അതുപോലെ കോവയ്ക്കാണെങ്കിലും ഒക്കെ വീട്ടിലുള്ളതാണ്. പയറിൻ്റെ ഇലയും അതുപോലെ നമ്മുടെ മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ അഗസ്തിപ്പൂ വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി. ഇതെല്ലാം തന്നെ വീട്ടിലുള്ളത് ഞാൻ എടുക്കുന്നത് കാണിച്ചില്ലേ, ആ ഒരു സംഭവം വെച്ചിട്ടൊക്കെയാണ് ഈ കറികളെല്ലാം ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കഴിക്കാനായിട്ട് പോവുകയാണ്. മുരിങ്ങയില കറി വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തൈര് കൂടെ ചേർത്തിട്ട് ഒരു പുളിശ്ശേരി പോലെ, മോരൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ, പുളിശ്ശേരി ഉണ്ടാക്കുന്നത് പോലെ അതുപോലെയാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കഴിക്കട്ടെ.